കഴിഞ്ഞ കാലങ്ങളിൽ തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് വിവിധ പാർട്ടിയിലുള്ള ധാരാളം പേർ മത്സരിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്, ലോക്സഭയിൽ പോയിട്ടുണ്ട്. ഇവരിൽ എത്ര പേർ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിനായി, പുരോഗതിക്ക് വേണ്ടി, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, ഇല്ലായ്മക്കാർക്ക് വേണ്ടി, ഇവിടെ ഇല്ലായ്മയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊന്ന് വിശകലനം ചെയ്തു നോക്കാം. പഴയ ആളുകളോട് ചോദിച്ചാൽ മതി. ഓരോ തവണ ഇലക്ഷൻ വരുമ്പോഴും ഓരോ വാഗ്ദാനങ്ങൾ തരും. അത് തരാം, ഇത് തരാം, മറിച്ച് തരാം, അങ്ങനെ എന്തെല്ലാം വാഗ്ദാനങ്ങൾ പോലെയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ ഓരോ വർഷവും ബഡ്ജറ്റ് പാസ്സാക്കാറുണ്ട്. ഓരോ ബഡ്ജറ്റിലും പുതിയ പുതിയ പദ്ധതികൾ ഇങ്ങനെ ആവിഷ്കരിച്ച് ഇങ്ങനെ അച്ചടിച്ച് വരാറുണ്ട്. അതിൽ എത്ര എണ്ണം നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വിരലിലെണ്ണാവുന്നേ കാണും. അതുപോലെയാണ് ഈ തിരുവനന്തപുരത്തെ ലോക്സഭയിലെ തെരഞ്ഞെടുത്ത് നടത്തി പോയിട്ടുള്ള എം പിമാർ ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങൾ പരിപാലിച്ച് കാണുന്ന അനാസ്ഥ. സുഹൃത്തുക്കളെ, ഞാൻ ചുരുക്കി അങ്ങ് പറയാം. ഇവിടെ 3 സ്ഥാനാർത്ഥികളാണുള്ളത്. കഴിഞ്ഞ 15 വർഷമായി ശ്രീ ശശി തരൂർ നമ്മൾക്ക് വേണ്ടി ലോക്സഭയിൽ പോയി എന്തൊക്കെയോ ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം വിഭാവന ചെയ്ത കാര്യങ്ങളൊന്നും, പരിഷ്കാരങ്ങളൊന്നും ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടില്ല. കാര്യം അദ്ദേഹത്തോട് കൂറുള്ള ഒരു സർക്കാരല്ല ഭരിക്കുന്നത്. അദ്ദേഹവുമായിട്ട് നല്ല ബന്ധത്തിലുള്ള ഒരു സർക്കാരല്ല കേന്ദ്രം ഭരിക്കുന്നത്. BJP സർക്കാരാണ്, ഇദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. പന്ന്യൻ രവീന്ദ്രൻ മുമ്പ് പോയിട്ടുണ്ട്. അന്നും അദ്ദേഹത്തിനും പോയ കാര്യങ്ങളൊന്നും നടത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ കേന്ദ്രത്തിൽ ഭരണമുള്ള ഒരു സർക്കാർ ഉള്ളപ്പോൾ കേന്ദ്രത്തിൽ ചെന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടക്കുമെന്ന് വിശ്വാസമുള്ള ഒരു മെമ്പറെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള അടിസ്ഥാനപരമായ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. പുതിയ നേതാവാണ് നമുക്ക് വന്നിരിക്കുന്നത്, രാജീവ് ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിന് ആമുഖത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള, അറിവുള്ള, വിവേകമുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അവർക്കറിയാം ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ആരാണെന്ന്, എന്താണെന്ന്. അദ്ദേഹം ഒരുപക്ഷെ കോടീശ്വരനായിരിക്കാം. ആയിക്കോട്ടെ, എന്താ കോടീശ്വരന്മാർക്കൊന്നും രാജ്യം ഭരിക്കാനും പറ്റില്ലേ? അവർക്ക് സാധുക്കളോട് സ്നേഹം ഉണ്ടാവില്ലേ, സഹതാപം ഉണ്ടാവില്ലേ, കൂറുണ്ടാവില്ലേ? അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ ജയിച്ചു വന്നാലും വന്നില്ലെങ്കിലും തിരുവനന്തപുരത്തുള്ള വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരും ജോലിയില്ലാതെ എന്നെ അവശേഷിക്കില്ല എന്ന്. ഇവിടുത്തെ നീളുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിരിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ സ്ലോഗൻ തന്നെ എത്ര മനോഹരമാണ്, എത്ര ആകർഷകമാണ്. ഇനി കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ അനാസ്ഥ സംഭവിച്ചിട്ടുള്ളതെല്ലാം മറന്ന് ഇനിയുള്ള കാര്യങ്ങൾ, ഇനി നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ നേർന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ അത് നടക്കും. നടത്തിക്കാനുള്ള കഴിവും ഇച്ഛാശക്തി, ആർജവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം മന്ത്രിയാണ്. അദ്ദേഹം ജയിച്ചാൽ നമുക്കൊരു മന്ത്രിയെ കിട്ടും. നമുക്കൊരു മന്ത്രിയെ കിട്ടുമെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിനല്ല, കേരളത്തിനൊരു മന്ത്രിയെ കിട്ടും. കേരളത്തിനും പൊതുവേയും തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ചും നമ്മൾ നേടിയെടുക്കാനുള്ള ഒരുപാട് എയിംസ് ഉൾപ്പെടെയുള്ള ഒരുപാട്, ഞാൻ എടുത്തു പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അത് അദ്ദേഹം പൂർത്തീകരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹം പറഞ്ഞ വാക്ക്. ഇനി കാര്യങ്ങൾ നടക്കും. ഇനി നമുക്ക് മറിച്ച് ചിന്തിക്കാം. ശശി തരൂർ 10-15 വർഷമായിട്ട് ലോക്സഭാ മെമ്പറായിട്ട് ഇവിടെ ഉണ്ട്. അദ്ദേഹം നല്ലവനാണ്, വിശ്വപൗരനാണ്. വിശ്വപൗരൻ എന്നുള്ള വാക്ക് ആര് പ്രയോഗിച്ചതാണെന്ന് എനിക്കിപ്പോഴും സന്ദേഹമാണെന്ന്. വിശ്വപൗരൻ അദ്ദേഹം തന്നെ പ്രയോഗിച്ചതാണോ, ഇനി മറ്റാരെങ്കിലും ഇവിടുത്തെ ചാർത്തിയതാണോ എന്ന് എനിക്കറിയില്ല. വിശ്വത്തിൻ്റെ പൗരൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പൗരനാണ്. അത് ഈശ്വരനാണെന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും വിശ്വപൗരനായ അദ്ദേഹത്തിന് കഴിഞ്ഞ 15 വർഷമായി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കി വെച്ചിരിക്കുകയാണ്. കാര്യം നടക്കില്ല. അദ്ദേഹത്തിൻ്റെ പ്രതിദാനം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടി ഇവിടെ എന്തായാലും വരാൻ പോകുന്നില്ല. ഇവിടെ അടുത്ത ഇലക്ഷൻ എന്തായാലും BJP തന്നെ ഭരിക്കും. 400 കൂടുതൽ ചിലപ്പോൾ സീറ്റ് വാങ്ങിയെന്നും ഇരിക്കും. അപ്പോഴൊക്കെ സംഭവിക്കുന്ന എന്താ, ഇവിടെ നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മുടെ സർക്കാർ ഭരിക്കുന്ന ഒരു സർക്കാരിൻ്റെ കൂടെ നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ സർക്കാരിൻ്റെ ഭാഗമായ ഒരു മെമ്പർ പോയിരിക്കണം. അതായത് ഒരു BJP അനുഭാവി, അല്ലെ BJP കാൻഡിഡേറ്റ്, അല്ലെ BJPയുടെ ലോക്സഭാ അംഗത്വം ഉണ്ടെങ്കിൽ മാത്രമേ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്ക് ആനുകൂല്യങ്ങൾ ഇനിയും ബാക്കിയെടുക്കാൻ പറ്റും.
പിന്നെ മറ്റേ അദ്ദേഹത്തിൻ്റെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്, പാവപ്പെട്ട മനുഷ്യനാണ്, തൊഴിലാളികളെ മാത്രം സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം പോയിട്ട് കാര്യമൊന്നുമില്ല. കാര്യം അദ്ദേഹത്തിനും സ്വാധീനം ചെലുത്താൻ പറ്റിയ ആരും അവിടെ ഇല്ല. കേന്ദ്രം ഭരിക്കുന്നത് ഇടതുപക്ഷമല്ലല്ലോ. അങ്ങനെ സ്വപ്നമേ അവർക്ക് ബാക്കി വെക്കാൻ പറ്റും. അതുകൊണ്ട് വിവേകികളായ നിങ്ങൾ, വിജ്ഞാനമുള്ള നിങ്ങൾ, അറിവുള്ള നിങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കണം. BJPക്ക് ഒരു വോട്ടെന്ന് ഞാൻ പറയുന്നില്ല, രാജീവ് ചന്ദ്രശേഖരന് വോട്ട്. ആ മനുഷ്യനെ നമ്മൾ തിരിച്ചറിയിക്കണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അറിവില്ലാത്തവർ, വിവരമില്ലാത്തവർ, വിദ്യാഭ്യാസം കുറഞ്ഞവരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അദ്ദേഹം വന്നാൽ ഒരുപാട് മാറ്റങ്ങൾ ഈ തിരുവനന്തപുരത്തിനുണ്ടാകാൻ പോവുക. ഞങ്ങളൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. നമ്മളൊക്കെ അസ്ഥി പിടിച്ച രാഷ്ട്രീയക്കാരല്ല. ഞാനൊന്നും അസ്ഥി പിടിച്ച ഒരു രാഷ്ട്രീയക്കാരനല്ല. ഞാൻ BJPക്കാരനും അല്ല, കമ്മ്യൂണിസ്റ്റുകാരനും അല്ല, കോൺഗ്രസ്സുകാരനും അല്ല. ഞാൻ ഇപ്പോഴൊക്കെ വ്യക്തിയെ നോക്കി. കാര്യം വ്യക്തി, ഇവിടെ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആൾ വ്യക്തി വന്നാൽ ഒരു മന്ത്രിയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു മന്ത്രി വന്നാൽ കേരളത്തിന്, തിരുവനന്തപുരത്തിന് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്, കിട്ടാനുണ്ട്. ആ സൗഭാഗ്യത്തിന് വേണ്ടി നിങ്ങളുടെ അടുത്തുള്ളവരോട്, കൂട്ടുകാരോട്, സുഹൃത്തുക്കളോട് ഒരു വോട്ട് രാജീവ് ചന്ദ്രശേഖരന് കൊടുക്കാൻ പറയണം. ആ സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കണം. നമുക്കിനി ഒന്നിച്ച് ഒരു പുതിയ തിരുവനന്തപുരത്തിന് വേണ്ടി, പുതിയ കേരളത്തിന് വേണ്ടി സ്വപ്നം കാണാം, പ്രതീക്ഷിക്കാം. നമസ്കാരം.